ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത ഔട്ടത്തൂരാണ് കേട്ടോ. ഔട്ടത്തൂർ കാണുന്ന ഒരു നല്ല ആഡംബര വീട്. കാരണം 2100 സ്ക്വയർ ഫീറ്റ് വീടുണ്ട് കേട്ടത്. 4 ബെഡ്റൂമിൻ്റെ ഉള്ള വീടാണ്. ഈ വീട് വിൽപ്പനയ്ക്കുണ്ട്. നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ്. ബസ് റൂട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ. നല്ല പറ്റാത്ത കിണറും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. 14 സെൻറ്റ് സ്ഥലമാണ് ഇതിനുള്ളത് കേട്ടോ. ചുറ്റുവട്ടത്തൊക്കെ നല്ല നല്ല സ്റ്റാൻഡേർഡ് വീടുകളൊക്കെയാണ് ഉള്ളത് കേട്ടോ. ഒക്കെ നല്ല ഉള്ളൊരു വീടാണ്. നല്ലൊരു ഏരിയയിലാണ് ഈ വീട് ഉള്ളത്. 14 സെൻറ്റ് ഭൂമി, നമ്മുടെ വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത നല്ലൊരു ഏരിയ. ഏകദേശം ഇതിന് പഴക്കം എന്ന് പറയുന്നത് ഒരു 5 കൊല്ലം മാത്രം പഴക്കം ഉണ്ടാവുള്ളൂ കേട്ടോ. 5 കൊല്ലം പഴക്കം ഉണ്ടാവുള്ളൂ. ചുറ്റുവട്ടത്തൊക്കെ നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് വീടിൻ്റെ ഉൾഭാഗം കാണാം കേട്ടോ. നല്ല രീതിയിൽ തന്നെയാണ് വീട് പണിതേക്കണത് കേട്ടോ. കണ്ടില്ലേ, ഇത് കയറി വരുന്ന സിറ്റ് ഔട്ടിന് എല്ലാതും ചാരു ബെഞ്ച് കൊടുത്തിട്ട് നല്ല ലെങ്ത്തിന് ചാരു ബെഞ്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല രീതിയിൽ ചാരു ബെഞ്ച് കൊടുത്ത് നല്ല ഭംഗിയായിട്ട്. ഇത് മെയിൻ ഡോറ് വന്നിട്ട് ഡബിൾ ഡോറാണ് വരുന്നത്. നമ്മൾ മണിച്ചിത്രത്താഴ് ഡോറ് കേട്ടോ. അവിടെ നിന്ന് നേരെ നമ്മൾ ലിവിങ് റൂമിലേക്ക് കിടക്കണു. ലിവിങ് റൂം അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മുടെ സ്റ്റെയർ പോകണം കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ സ്റ്റെയർ പോകണം. ഈ ലിവിങ് റൂമിൻ്റെ സെൻട്രലായിട്ട് ഡൈനിങ്ങിൻ്റെ സെൻട്രലായിട്ട് ഇത് കണ്ടില്ലേ, നല്ല നടുത്തളം ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല നടുത്തളമാണുള്ളത്. അത് നല്ല ഗ്ലാസ്സൊക്കെ ഇട്ട് നല്ല കുട്ടപ്പനാക്കി നല്ല രസമുണ്ട്. നമ്മൾ ഈ ഫിഷൊക്കെ മറ്റേ ഫിഷ് ടാങ്ക് പോലെയൊക്കെ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഈ 4 തൂണിൻ്റെ സെൻറ്ററിൽ കൂടെ നേരെ മുകളിലേക്ക് വേണ്ട നമുക്ക് വെളിച്ചത്തിന് വേണ്ടിയിട്ട് ഗ്ലാസ്സൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മുകളിലേക്കും തൂണുകളുണ്ട് കേട്ടോ. നല്ലൊരു രീതിയിൽ തന്നെയാണ് പാർട്ടി ഇത് പണിതേക്കണത്. അത് ഇവിടെ ഡൈനിങ് സ്പേസ് വരുന്നുണ്ട്. ഈ ഡൈനിങ്ങിൻ്റെയും ലിവിങ് റൂമിൻ്റെയും ലെഫ്റ്റ് സൈഡിലേക്ക് വാഷ് ബേസിൻ വരുന്നുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് അതിനോട് ചേർന്ന് തന്നെ കോമൺ വാഷ് റൂം വരുന്നുണ്ട് കേട്ടോ. അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ബെഡ്റൂം, അറ്റാച്ച്ഡ് ബെഡ്റൂം വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് താഴെ 4 ബെഡ്റൂംസാണ് ഇതിനുള്ളത് കേട്ടോ. ലിവിങ് റൂമിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ബെഡ്റൂം ഉണ്ട്. അത്യാവശ്യം നല്ല ബെഡ്റൂമാണ്. ഇവിടെ വാഷ്റൂമും നല്ല വലിപ്പമുള്ള വാഷ്റൂമൊക്കെ തന്നെയാണ്. ഇതിൽ വർക്ക് ബാലൻസ് ഉള്ളതെന്ന് വെച്ചാൽ കബോർഡ് വർക്കുകൾ മാത്രം ബാലൻസ് ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാ വർക്കും കഴിഞ്ഞെടുക്കുന്നതാണ്. നമുക്കിന്ന് ഇങ്ങനത്തെ ഒരു വീട് പണിയണമെന്നുണ്ടെങ്കിൽ തന്നെ, ഈ മോഡൽ പണിയണമെന്നുണ്ടെങ്കിൽ തന്നെ എങ്ങനെ പോയാലൊരു 10-50 ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞത് വേണ്ടി വരും. ഇനി ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. ഇത് അറ്റാച്ച്ഡ് അല്ല, കാരണം ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റഡി റൂമായിട്ടാണ് യൂസ് ചെയ്യുന്നത് കുട്ടികൾ. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്, നല്ല വലിപ്പമുള്ള റൂം. അത് അറ്റാച്ച്ഡ് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇതിന് കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റൂം നല്ല വലിപ്പമുള്ളതാണ് കേട്ടോ. ജസ്റ്റ് ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. എങ്ങനെ പോയാലും ഒരു 1 CR മുതലുണ്ട് കേട്ടോ. ഇനി കിച്ചണിലേക്ക് കിടക്കണം. കിച്ചൺ നല്ല വലിപ്പമുള്ള കിച്ചൺ തന്നെയാണ്. നല്ല വലിപ്പമുള്ള ഇത് സെക്കൻഡ് കിച്ചൺ വരുന്നുണ്ട്. ഇവിടെ സെക്കൻഡ് കിച്ചൺ, അതിൽ മറ്റേ പുകയില്ലാത്ത അടുപ്പുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ നല്ലൊരു വർക്ക് ഏരിയ ഉണ്ട്. വേണ്ടില്ല, അതൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തേക്കണത് കേട്ടോ. ബാക്കിൽ സ്പേസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഹാളിലേക്ക് പോവാം. ഹാളിലേക്ക് പോയിട്ട് മുകൾ ഭാഗത്തേക്ക് കിടക്കാം കേട്ടോ.
നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം നമ്മുടെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, നമ്മൾ പുതിയതായിട്ട് ഇടുന്ന വീഡിയോസൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ പുതിയ ലേറ്റസ്റ്റ് വീഡിയോസൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഭാഗത്തെത്തി. താഴെ കണ്ട പോലെ തന്നെ നടുത്തളം ഉണ്ട് ഇവിടെ. അതിന് സ്റ്റീലിൻ്റെ ഇതൊക്കെ ഇട്ട് നമ്മൾ ചുറ്റും ക്ലോസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്, കണ്ടില്ലേ? ഓക്കെ. അതേപോലെ തന്നെ മുകളിലേക്കും ഇതിന് ബാക്ക് സൈഡ് ഇതാണ് ഇതിൻ്റെ മുകളിൽ ബെഡ്റൂംസ് നിലവിലില്ല. അപ്പോൾ ഇതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ മുകൾ ഭാഗത്ത് നമുക്ക് 2 റൂംസ് നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് നമ്മുടെ ഫാൻസി റൂം പോലെയൊക്കെ നല്ല റൂമുകൾ സെറ്റ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ, കണ്ടില്ലേ? ഇത്രയും സ്ഥലം, ഇതൊരു റൂമാണ്. ഇതിന് സീലിംഗ് മാത്രം ചെയ്താൽ മതി. നമുക്ക് എന്തെങ്കിലും മോഡേണായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്യാം റൂമായിട്ട്. അതേപോലെ തന്നെ ഇവിടെയും അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവരത് യൂസ് ചെയ്യണില്ല, പണിതിട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിന് സീലിംഗ് ചെയ്ത് വല്ല ഇൻറ്റീരിയലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഹോം തിയേറ്റർ കാര്യങ്ങളൊക്കെ ചെയ്യാം. എല്ലാ ലൈറ്റ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നല്ലൊരു സ്പേസ് ഉണ്ട്, കണ്ടോ? ടെറസിന് നല്ല സ്പേസ് ഉണ്ട്. അവിടെ നമുക്ക് ഡ്രസ്സ് അടിച്ച് സെറ്റാക്കാം. അതേപോലെ തന്നെ ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അങ്ങനെ തന്നെ വരുന്നത്. ഇവിടെയും നന്നായിട്ട് സ്പേസ് ഉണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇവിടെയും ഡ്രസ്സൊക്കെ അടിച്ചെടുത്ത് സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ എൻട്രൻസ് ഇവിടെ നിന്ന് കണ്ടില്ലേ? ഇത് എൻട്രൻസ്. ഓപ്പോസിറ്റുള്ള വീടുകൾ, ടാറിങ് റോഡ്, ഫ്രണ്ടേജ്. ഇവിടെ നിന്ന് 100 മീറ്റർ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ് കാര്യങ്ങളും. 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പള്ളി, സ്കൂള്, അമ്പലം എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും, പഞ്ചായത്ത് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്കൊന്നിനും ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 68 ലക്ഷം രൂപ മാത്രം പറയണുള്ളൂ കേട്ടോ. ഈ വിലയ്ക്ക് നമുക്ക് എവിടെയും കിട്ടില്ല. ഇത്ര വലിയ വീട് എല്ലാ സൗകര്യങ്ങളോട് കൂടിയാണ് ഇവരത് ചെയ്തേക്കണത്. അവരുടെ സ്വന്തം ആവശ്യത്തിന് പണിതാണ്. അപ്പോൾ ആ ചേച്ചിക്ക് ഇവർ അവിടെ പുറത്ത് സെറ്റിലാവുള്ള പരിപാടിയാണ്, അതുകൊണ്ട് കൊടുക്കണതാണെന്നുള്ളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഇനി മിസ്സാക്കണ്ട. താങ്ക് യു.